ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ കഥ പഠിക്കാം. ഒരു കല്യാണത്തെക്കുറിച്ച് പഠിക്കാം. ആ കല്യാണത്തിൽ ചെറുക്കൻ പെണ്ണിനെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണെന്നും അങ്ങനെ അവസാനം അവർ എങ്ങനെ കല്യാണം കഴിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ കല്യാണങ്ങൾ നമ്മുടെ അപ്പനും അമ്മയൊക്കെ കല്യാണം ആലോചിക്കും, അല്ലെങ്കിൽ സഭയിലുള്ള അങ്കിൾമാരും ഉപദേശിമാരൊക്കെ കല്യാണം ആലോചിക്കും. ആണും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടും, അതിനുശേഷം വീട്ടുകാർ തമ്മിൽ ഉറപ്പിക്കും, അതിനുശേഷം കല്യാണം നടത്തും. അങ്ങനെയാണല്ലോ സാധാരണ കല്യാണങ്ങൾ. എന്നാൽ ഇവിടെ വിചിത്രമായൊരു കല്യാണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിനെയും തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിനെയൊക്കെ പറ്റിച്ചു. അവൻ ഉപായിയായിരുന്നു. അവൻ്റെ പേര് പോലെ തന്നെ അവൻ ഉപായിയായിരുന്നു. അവൻ അപ്പനെയും അവൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിനെയൊക്കെ പറ്റിച്ചു. ആദ്യം അവൻ പായസത്തിന് വേണ്ടി പായസം കൊടുത്ത് പായസം മേടിച്ച് അവൻ്റെ ജ്യേഷ്ഠാവകാശം ഏശാവിൽ നിന്നും മേടിച്ചെടുത്തു യാക്കോബ്. അതിനുശേഷം പിന്നെ ആടുകളെ സൂത്രത്തിൽ ആടിനെ അറുത്ത് അപ്പന് ഭക്ഷണം കൊടുത്ത് അപ്പൻ്റെ അനുഗ്രഹവും മേടിച്ചു. അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കുവാനായിട്ട് യാക്കോബിന് സാധിച്ചില്ല. അതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ ദേശത്തേക്ക് പോയി എൻ്റെ ബന്ധക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീയെ എടുക്കണം. അങ്ങനെ ഈ കനാന്യ സ്ത്രീകളിൽ നിന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പത്തനാരാമിലേക്ക് നിൻ്റെ അപ്പോൾ അപ്പൻ വിളിച്ചു പറഞ്ഞു, അവനെ അനുഗ്രഹിച്ചു. അപ്പൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രന്മാരിൽ നിന്ന് നിനക്ക് ഒരു ഭാര്യ എടുക്കാം. അങ്ങനെ പത്തനാരാമിലേക്ക് യാക്കോബ് യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് ഓൺ ദ വേയിൽ ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് അവൻ ഹാരാനിലേക്ക് പോയി. അവിടെ എത്തിക്കഴിഞ്ഞ് അവൻ കിടന്നുറങ്ങിയപ്പോൾ അവനൊരു സ്വപ്നം കാണുന്നതായിട്ട് നമുക്ക് കാണാം. ആ സ്വപ്നത്തിൽ നമ്മളത് കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. ആ സ്വപ്നത്തിൽ യഹോവയായ ദൈവം ആ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനാകുകയും അവനോട് പറയുന്ന ഒരു അനുഗ്രഹമുണ്ട്. നീ മുഖാന്തരം നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്തി രാജ്യത്ത് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് സന്തോഷമായി. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടെ അവൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ യാത്ര ചെയ്ത് പുറപ്പെടുകയാണ്. യഹോവയായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വാക്യം പഠിക്കാം. സങ്കീർത്തനങ്ങൾ 40 അധ്യായത്തിൻ്റെ 1 വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കുഞ്ഞുങ്ങൾ വാക്യം പഠിക്കുന്നുണ്ടെന്ന് ആൻറ്റിക്ക് അറിയാം. ഈ വാക്യം ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. സങ്കീർത്തനങ്ങൾ 40:1-2. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അങ്ങനെ ഇവിടെ നമ്മൾ പഠിച്ചത് കഥയിൽ നിന്ന് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് തനിച്ചു പോയ ആ സന്ദർഭങ്ങളിൽ അവന് ആരുമില്ലാത്തൊരവസ്ഥയിലാണ് അവനവിടെ കിടന്നുറങ്ങിയത്. എന്നാൽ ആ സമയത്ത് ദൈവം അവന് പ്രത്യക്ഷനായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കാം. അതെ, യാക്കോബ് ചതിയനൊക്കെ ആണെങ്കിലും യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവനും യഹോവയ്ക്ക് യാഗം കഴിക്കുന്നവനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടുന്ന് പോയി. അവൻ പ്രയാണം ചെയ്ത് അവൻ ഒരു കിഴക്കരുടെ ദേശത്ത് അവൻ അവിടെ എത്തി. 16 അവൻ എത്തി. അവിടെ എത്തിയതിന് ശേഷം അവന് അറിയത്തില്ല എങ്ങോട്ട് പോകണം. ലാബാൻ അവൻ്റെ അമ്മാച്ചൻ എവിടെയാണ് താമസിക്കുന്നത്, അമ്മാച്ചന് പെൺമക്കളുണ്ടോ, അവന് വിവാഹം കഴിക്കാനാണ് അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവൻ്റെ അമ്മയും അപ്പനും അനുഗ്രഹിച്ച് തനിച്ചാണ്, വേറെ ആരുമില്ല കൂട്ടിന്, വേറെ ആരുമില്ല പെണ്ണിനെ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ
അവനവിടെ കിണറിൻ്റെ ചൂട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ അവൻ കണ്ടു 3 ആട്ടിൻകൂട്ടം. അതിനരികെ 3 അവിടെ ഒരു കിണർ കണ്ടു. ആ കിണറിൻ്റെ അരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ ആ ആ ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നത്. ആ കിണറ്റിൻ്റെ വായ്ക്കിലുള്ള കല്ല് വലിയതായിരുന്നു. അപ്പോൾ സാധാരണ ചെയ്യുന്ന അവർക്ക് ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കിൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വയ്ക്കൽ അതിൻ്റെ സ്ഥാനത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ യാക്കോബ് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എവിടത്തുകാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഹാരാന്യരാണ്. അത് കഴിഞ്ഞ് അവൻ ചോദിച്ചു, നിങ്ങൾ നാഹോരിൻ്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളറിയും. അവൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവന് സുഖം തന്നെ. അവൻ്റെ മകൾ റാഹേൽ അത് ആടുകളോടുകൂടെ വരുന്നു എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ റാഹേൽ ദേ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് സൂത്രക്കാരനാണ്. അപ്പോൾ യാക്കോബ് റാഹേൽ അങ്ങ് ദൂരെ നിന്ന് വരുന്നേ ഉള്ളൂ. റാഹേൽ പറഞ്ഞു, പകലിനി സമയമുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആടുകൾക്ക് വെള്ളം കൊടുത്ത് ഈ കല്ലിൻ്റെ കാര്യം ഇവനറിയാം. അപ്പോൾ ഈ കല്ല് മാറ്റിയെടുക്കണം അപ്പോൾ എന്നറിയാം. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ കല്ല് മാറ്റി നിങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവിനെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വയ്യ. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉപായിയായ യാക്കോബിന് മനസ്സിലായി, റാഹേലും കൂട്ടരും എന്നും കല്ല് മാറ്റും, ഇവർ ആദ്യം വെള്ളം കൊടുക്കും, അതിന് ശേഷമാണ് റാഹേലും തൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതെന്ന്. അപ്പോൾ വേഗം റാഹേലിനെ കണ്ടപ്പോഴത്തേക്കും ഈ യാക്കോബ് എന്ത് ചെയ്തു എന്നറിയാം. യാക്കോബ് ഓടിച്ചെന്ന് തൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടിയിട്ട് ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുംബിച്ചിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും എന്ന വിവരം പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് ലാബാനോട് വിവരം പറഞ്ഞു. ലാബാൻ ഓടി വന്ന് തൻ്റെ പെങ്ങളുടെ മകനെ എതിരേറ്റ് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് അവൻ ലാബാനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവൻ്റെ അവസ്ഥ എന്താണെന്നും അവൻ എന്തിനു വന്നു എന്നുമുള്ള വിവരങ്ങളെല്ലാം അവൻ ലാബാനോട് പറഞ്ഞു. അങ്ങനെ ലാബാൻ്റെ കൂടെ താമസമാക്കി. 1 മാസക്കാലം അങ്ങനെ അവൻ ലാബാൻ്റെ വീട്ടിൽ താമസിച്ചു. അപ്പോൾ ലാബാൻ പറഞ്ഞു, നീ എൻ്റെ പെങ്ങളുടെ മകനാണ് എന്ന് വെച്ചാലും നീ എന്നെ വെറുതെ സേവിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് എന്ത് പ്രതിഫലം ഞാൻ തരണമെന്ന് ചോദിച്ചു. അപ്പോൾ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലേയ എന്നായിരുന്നു, രണ്ടാമത്തവൾ റാഹേൽ. ലേയയുടെ കണ്ണ് ശോഭ വളരെ കുറഞ്ഞതായിരുന്നു. അവളെ കാണാൻ അത്ര മനോഹര രൂപിണിയല്ലായിരുന്നു. എന്നാൽ റാഹേൽ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ യാക്കോബ് ഉപായിയാണല്ലോ, യാക്കോബിനറിയാം എല്ലാ നാട്ടിലും ആദ്യം ജ്യേഷ്ഠത്തിയാണ് വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ ലേയ വിവാഹം കഴിക്കാനായിട്ട് യാക്കോബിന് അത്ര ആഗ്രഹമുണ്ടായിരുന്നില്ല. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എനിക്ക് റാഹേലിനെ ഭാര്യയായിട്ട് വേണം, ഞാൻ അവൾക്ക് വേണ്ടി 7 വർഷക്കാലം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അത് ലാബാൻ സമ്മതിച്ചു. അങ്ങനെ അവൻ 7 വർഷക്കാലം റാഹേലിന് വേണ്ടി ഈ ആടുകളെ നോക്കുന്ന ജോലി ചെയ്തു അവിടെ താമസിച്ചു. 7 വർഷം കഴിഞ്ഞപ്പോൾ ലാബാൻ ജനത്തെ എല്ലാം കൂട്ടി വിളിച്ചു. എല്ലാവരെയും വീട്ടിൽ കൂട്ടി, നമ്മുടെ വീട്ടിൽ കല്യാണം നടത്തുന്ന പോലെ എല്ലാവരെയും കല്യാണത്തിന് വിരുന്നുകാരെ എല്ലാവരെയും വിളിച്ചു. അവർക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ എന്നാൽ ഈ ലാബാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇരുട്ടല്ലേ, ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റിയോ വെട്ടമോ ഒന്നുമില്ല. രാത്രിയിൽ ലാബാൻ ലേയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തീർന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് യാക്കോബിന് ഉപായം. യാക്കോബ് മാത്രമേ ഇതുവരെ മറ്റുള്ളവരെ പറ്റിച്ചിട്ടുള്ളൂ. എന്നാൽ യാക്കോബിനെ പറ്റിക്കാൻ ഒരു ലാബാനെ ദൈവം ഒരുക്കി വെച്ചു.
എന്ത് വിതയ്ക്കുന്നത് നാം കൊയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിനെ പറ്റിച്ചു. അങ്ങനെ ലേയെ അവന് വിവാഹം കഴിച്ചു കൊടുത്തു. ലേയ്ക്ക് അവിടെ ദാസിയായിട്ട് സിൽപ്പയെ കൊടുത്തു. അതിനുശേഷം യാക്കോബ് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചതിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ മൂത്തവൾക്ക് പകരം നീ ഇളയവളെ കൊടുക്കുവാൻ പതിവില്ല, അങ്ങനെ ഒരു പതിവ് ഞങ്ങളുടെ നാട്ടിലില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം നീ ഇനിയും 7 വർഷക്കാലം എന്നെ സേവിക്കുക, ഞാൻ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബിന് അവൻ സ്നേഹിച്ച റാഹേലിനെയും കൊടുത്തു. യാക്കോബ് വീണ്ടും 7 വർഷക്കാലം അവരെ ലാബാനെയും അവൻ്റെ കുടുംബത്തെയും സേവിച്ചു, ആടുകളെ നോക്കി. അങ്ങനെ അവൻ റാഹേലിനെ അവൻ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. 7 സംവത്സരം ഈ ലാബാൻ്റെ വീട്ടിൽ വേല ചെയ്തു. അങ്ങനെ 14 സംവത്സരം. ഇങ്ങനെ ഒരു പതിവ് നമ്മുടെ നാട്ടിലൊന്നുമില്ല അല്ലേ കേട്ടോ, അല്ലേ? 14 സംവത്സരം 2 ഭാര്യമാർക്ക് വേണ്ടി യാക്കോബ് ചെയ്തു. അവൻ ഉപായി ആയതുകൊണ്ടാണ് ഇങ്ങനെ അവൻ മറ്റുള്ളവരെ ചതിച്ചു, അവനും ചതിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നാം വിതയ്ക്കുന്നത് കൊയ്യും എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും സൂക്ഷ്മതയോടെ ജീവിപ്പാൻ, നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ, തിന്മയേക്കാൾ നന്മയാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഇന്നത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെന്ന വചനത്തിനായിട്ടും കഥയ്ക്കായിട്ടും നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആരെയും ചതിക്കാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല വിത്ത് മാത്രം വിതച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വന്ന പാഠത്തിനായിട്ട് സ്തോത്രം. വിശുദ്ധരായിട്ട് ജീവിപ്പാൻ, വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് ബുദ്ധിയും ശക്തിയും നൽകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് അവിടെ ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലേക്കും കൂടെ കൈയർത്തണം. അപ്പോൾ ആൻറ്റി എപ്പോഴൊക്കെ ഈ കഥ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തരും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു.